ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് അസർബൈജാന്റെ യാത്രാവിമാനം തകർന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. അത് റഷ്യൻ സേന വെടിവെച്ചിട്ടതാകാമെന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. സ്ഥിരീകരിച്ച അസർബൈജാനും യുക്രൈനും ആക്രമണത്തിൽ ഈ റഷ്യ മൗനം പാലിക്കുകയാണ്. 38 പേരുടെ മരണത്തിനിടയാക്കിയ ഈ വിമാനാപകടം ഒരു പാസഞ്ചർ ഫ്ലൈറ്റിനെ വെടിവെച്ചിട്ടു എന്നുള്ള കൊടിയ അപരാധത്തിന് മുന്നിൽ മുഖം കുത്തി വീണിരിക്കുന്നു റഷ്യ. ഈ അവസരത്തിൽ പി ജെയിംസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസെ, നമുക്ക് വിദേശ വാർത്തകൾ 2-3 ദിവസമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. പല രീതിയിലുള്ള പ്രശ്നം, എം ടിയുടെ മരണം. അതെ 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 കൂടിയാണ് വാർത്തകൾ ഉണ്ടായിരുന്നു, പക്ഷെ കൊടുക്കാനുള്ള സമയമില്ലായിരുന്നു. പക്ഷേ വന്ന വാർത്ത ഈ ഏറ്റവും നമുക്ക് ക്ഷോഭ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. യാത്രാ വിമാനം വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അനുമാനമല്ല, ഇത് ഏതാണ്ട് സ്ഥിരീകരണമായിരിക്കുന്നു. റഷ്യ മൗനം പാലിക്കുകയാണ്. പ്രത്യേകിച്ച് അസർബൈജാന്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കുവിൽ നിന്ന് റഷ്യയുടെ ചെച്ചിനിയൻ ഭാഗത്തുള്ള ഗ്രോസ്നിയിലേക്ക് പറക്കുകയായിരുന്ന വിമാനമാണ്, യാത്രാ വിമാനമാണ്. അത് എംബറർ എന്നുള്ള പേരിലുള്ള യാത്രാ വിമാനം. 62 യാത്രക്കാരുമായിട്ടാണ് പോയത്. അതിൽ 38 പേർ ഈ വെടിവെച്ചിട്ടു എന്ന് അതിൻ്റെ തൊട്ടുപിറകെ കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 29 പേർ രക്ഷപ്പെട്ടു. അതൊരു വലിയ വാർത്തയാണ്. പലപ്പോഴും മീഡിയയിൽ പലപ്പോഴും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ വിമാനം വെടിവെച്ചിട്ടു എന്ന് പറയുന്നതിനേക്കാൾ പാൻസെയർ എന്ന റഷ്യയുടെ മിസൈൽ സംവിധാനം അത് തകർക്കുകയായിരുന്നു. അവർ ഉക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിടുന്നതിനിടയിലാണ് ആ ഭാഗത്തൂടെ ഇത് പോകുന്നത്. ഇവർക്കത് ഐഡൻറ്റിഫൈ ചെയ്തുവെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവർക്ക് കൃത്യമായിട്ടുള്ള വാണിംഗ് ഉണ്ടായിരുന്നു. റഷ്യയുടെ മിസൈൽ സംവിധാനങ്ങളെ സൂക്ഷിക്കണമെന്ന്. ചെച്ചിനിയൻ പ്രദേശത്തേക്കാണ് അത് പോകുന്നത്. അത് ഡൈവേർട്ട് ചെയ്യാൻ പറഞ്ഞു. ആ വിമാനമാണ് യഥാർത്ഥത്തിൽ ഇവർ ഡിഫൻസ് സിസ്റ്റം വെച്ച് അടിച്ചിട്ടത്. അതിൽ വാലിലാണ് കൊണ്ടത്. വിമാനത്തിൽ എല്ലാവരും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എടുത്തിരുന്നു. ഓക്സിജൻ മാസ്കുകൾ വീണ് കിടക്കുന്ന നിലയിലാണ്. അവർ ലൈഫ് രക്ഷപ്പെടുത്താനുള്ള ലൈഫ് സംവിധാനം അവർ ഇട്ടിരുന്നു പലരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെടിവെച്ചിട്ടതിന് ശേഷം അല്പം സമയത്തിനുള്ളിലാണ് ഇത് തകർന്നു വീണത്. ഒരു പക്ഷേ വിമാനം താഴ്ത്തി പറന്ന് കൊണ്ടുപോകാൻ സാധിച്ചു കാണണം. അല്ലെങ്കിൽ 29 പേർ വിമാനം തകർന്നിട്ട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ്. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും റഷ്യയെക്കുറിച്ച് അതിനിശ്ചിതമായ വിമർശനവുമായിട്ട് അസർബൈജാനും അതുപോലെ തന്നെ യുക്രൈനും രംഗത്ത് വന്നിട്ടുണ്ട്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വീണ് കിട്ടിയ അവസരമാണ്. റഷ്യ മൗനം പാലിക്കുകയാണ്. ഞങ്ങൾക്ക് അന്വേഷണം നടത്തട്ടെ, നോക്കട്ടെ. ഇല്ല എന്ന് അവർ നിശ്ചയിച്ചിട്ടില്ല. ഇങ്ങനെ ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കരുത്, അന്വേഷണത്തിന് ശേഷമേ സാധിക്കുകയുള്ളൂ. കാനഡ അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാനഡയിലെ വിദേശകാര്യ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് റഷ്യ ചെയ്തിരിക്കുന്നത് വലിയ ക്രൂരതയാണ്. യാത്രാ വിമാനം വെടിവെച്ചിട്ടിരിക്കുന്നു. എന്തായാലും ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷികളായിട്ട് ഈ യാത്രക്കാർ മാറിയിരിക്കുകയാണ്. അസർബൈജാനിലുള്ള യാത്രക്കാരാണ് അതിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. എന്തായാലും മിസൈൽ സംവിധാനത്തിൽ തട്ടി ഒരു വിമാനം, യാത്രാ വിമാനം തകർന്നു വീഴുന്നത് അപൂർവമാണ്. നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ വെടിവെച്ചിട്ട യാത്രാ വിമാനം അടക്കം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അന്ന് 232 യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത്. എന്തായാലും അബദ്ധത്തിൽ വെടിവെച്ചിടുകയല്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉക്രൈനും അസർബൈജാനും നടത്തിയിട്ടുള്ളത്. ജെയിംസ്, മറ്റൊരു കാര്യം, ഇസ്രയേൽ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 30ഓളം പലസ്തീനികൾ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലും സ്ഥിതി വളരെ ദയനീയമായി തുടരുകയാണല്ലോ. എപ്പോഴും വെടിനിർത്തലിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. പക്ഷെ വെടിനിർത്തൽ ഉണ്ടാവുന്നില്ല. ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. അവരടക്കം 30ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ 45,300 കടന്നുപോയി. 14 മാസം കൊണ്ട് യുദ്ധത്തിന് അറുതി വരുന്നു കാണുന്നില്ല. മാധ്യമപ്രവർത്തകരെ കുറിച്ച് ഇസ്രായേൽ പറയുന്നത് അവർ വേഷം മാറി പാലസ്തീൻ ജിഹാദ് മൂവ്മെൻറ്റിൽപ്പെട്ടവരാണ്, വേഷം മാറി മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നതാണ്. പക്ഷേ മാധ്യമ സ്ഥാപനം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരാണ്. ഏതായാലും പാലസ്തീനിൽ കഴിഞ്ഞ 14 മാസത്തിനുള്ളിൽ ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ എണ്ണം 190 കവിഞ്ഞിരിക്കുന്നു. ഒരു യുദ്ധത്തിൽ 190 മാധ്യമപ്രവർത്തകർ സമീപകാലത്തൊക്കെ കൊല്ലപ്പെടുന്നത് ഇതാദ്യമാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിലൊന്നും ഇത്രയും മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെതിലും മാധ്യമപ്രവർത്തകർ പലരും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ച് താലിബാനെതിരെ നിലപാടെടുത്തിരുന്ന വനിതാ മാധ്യമപ്രവർത്തകർ, ടൊലു ന്യൂസിൻ്റെയൊക്കെ മാധ്യമപ്രവർത്തകർ അവസാനത്തെ ഫ്ലൈറ്റുകളിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അവർ ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടില്ല. എന്നാലും അവിടെയും 100-ലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഗസ യുദ്ധത്തിൻ്റെ ഏറ്റവും തീവ്രമായി ഇത് അനുഭവിക്കുന്നത്
മാധ്യമപ്രവർത്തകരാണ്. ഗസയിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകർക്ക് ഒരു രക്ഷാകവചവുമില്ല. പ്രസ് എന്ന് എഴുതി അവരെ റിപ്പോർട്ട് ചെയ്യാൻ പോയാലും അവരെ ക്രൂരതയോടെ വെടിവെച്ച് ഇടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ SKN ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം വീണ്ടും ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ യമൻ്റെ തലസ്ഥാനമായിട്ടുള്ള സനയിൽ അത് യമനി ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. പ്രത്യേകിച്ച് അവരാണ് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഹൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം നടത്തിയിരുന്നത്. സനയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ WHO ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അദ്നം അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്നതിൻ്റെ ഏറ്റവും അടുത്ത് വന്നാണ് ഈ മിസൈലുകൾ പതിച്ചത്. എന്തായാലും ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ആഫ്രിക്കക്കാരനായിട്ടുള്ള എത്യോപ്യയിൽ നിന്നുള്ള ടെഡ്രോസ് അദ്നം രക്ഷപ്പെട്ടു എന്ന വാർത്ത കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഇപ്പോഴൊന്നും തീരുന്നതിൻ്റെ സൂചനകൾ കാണുന്നില്ല. വെടിനിർത്തൽ ഒരുപാട് തവണ പറയുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയും പറഞ്ഞു, ഹമാസും പറഞ്ഞു. പക്ഷേ എവിടെയോ ഇത് തട്ടിപ്പോകുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇപ്പോഴത് യുദ്ധം തീർന്നു കാണാൻ താല്പര്യമില്ലെന്ന് അവരുടെ പ്രതിപക്ഷം തന്നെ, ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം തന്നെ പറയുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു PB ജെയിംസ്. കാണാം എന്തായാലും ഈ അസർബൈജാൻ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നു.